ഹല്ലോടി സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ നമ്മുടെ ശ്രീദേവിയുടെ കള്ളത്തരം പൊക്കുന്നു. ആര് പൊക്കുന്നു? നമ്മുടെ പുതിയ മിത്ര. അതെ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ശ്രീദേവി ആറ് നല്ല മരുമകൾ എന്നൊരു ടാഗ് നിലനിർത്താൻ വേണ്ടി ഒരു അറ്റ കൈയും പല കളികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അപ്പ ചായ ഇട്ട് കൊടുക്കുന്നു. അതിനിടയിൽ നമ്മുടെ ശ്രീദേവിക്ക് ഒരു പണി കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആകാശും വേറെ ആരും ഒന്നും എണീറ്റിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ശ്രീദേവി വലിയ കാര്യത്തിന് അവരെയൊക്കെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ച് ചായ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട് വേണ്ട ഏട്ടത്തി ഞാൻ കൊടുത്തോളാം എന്ന്. പക്ഷേ ശ്രീദേവി അതൊന്നും കേൾക്കാതെ നമ്മുടെ ആകാശിന്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പൊ ആകാശാണെങ്കിൽ ഒരു വള്ളി നിക്കർ മാത്രം ഇട്ടിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ശ്രീദേവി വലിയ കാര്യത്തിൽ ആ പുതപ്പൊക്കെ എടുത്ത് മാറ്റി ആകാശം എണീക്കെന്ന് പറഞ്ഞ് പുതപ്പൊക്കെ മാറ്റുമ്പോൾ ഒരു നിക്കർ മാത്രം ഇട്ടുകൊണ്ട് കിടക്കുക നമ്മുടെ ആകാശ്. അപ്പൊ ആകാശം ഞെട്ടി നിലവിളിക്കുന്നുണ്ട്, നമ്മുടെ ശ്രീദേവി ഞെട്ടി നിലവിളിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മീനാക്ഷി ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അമ്മയോട് പറയുന്നുണ്ട് ഏട്ടത്തി എന്നുള്ള സ്ഥാനമൊക്കെ ഓക്കെ, പക്ഷെ കൂടുതൽ അധികാരം എടുക്കാൻ പോയാൽ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല അമ്മേ എന്ന് മീനാക്ഷി നമ്മുടെ ഗോമതി അമ്മയോട് തുറന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീദേവി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ ഒരു പേര് നിലനിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മിത്രയ്ക്ക് പന്തികേട് തോന്നുന്നുണ്ട്. മിത്ര പറയുന്നുണ്ട് നമ്മുടെ ആര്യന്റെ അടുത്ത്, ശ്രീദേവി കാര്യമൊക്കെ, ശ്രീദേവി ചേച്ചി കാര്യമൊക്കെ ഓക്കെ, പക്ഷേ എവിടെയോ എന്തൊക്കെയോ ഒരു പന്തികേടുണ്ട് ആര്യ, നമുക്കത് കണ്ടുപിടിക്കണം എന്ന് നമ്മുടെ മിത്ര പറയുന്നുണ്ട്. പിന്നെ ആ മിത്രയും നമ്മുടെ ആര്യനും തമ്മിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ഇറങ്ങിയാൽ പിന്നെ പൊളിയോലോ എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ശ്രീദേവിയുടെ കള്ളത്തരം എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകും അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.